ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് നമ്മളിവിടെ നമ്മളെ മലയിലെ പറമ്പിൽ വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാറപ്പണിയാണ്. ഇനിയൊന്ന് മാർക്കി എൻ്റെ ഇടയ്ക്ക് കൃഷിയായി ഉണ്ട്. മീൻകുളത്തിൻ്റെ സൈഡിലാണ്. അത് തന്നെ, കെട്ടി മറിഞ്ഞ് വീണാ പെട്ടു. ഒരു മൂരിക്കിടാവിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അതിനെ പിടിച്ച് കെട്ടിയിട്ട് വേണം പോകാൻ. അമ്മേ ഇങ്ങോട്ട് വരാൻ പറയുന്നത് ആള് ഓടിയെത്തി വയറൊക്കെ നിറച്ചല്ലേ. ഇവനെ കൊണ്ട് കെട്ടിയിട്ട് വേണം നമുക്ക് മലയിൽ പോകാൻ. വെള്ളമൊക്കെ തീർന്നു, വയറൊക്കെ നിറച്ച് രാവിലെ. അത് മതി, വയറൊക്കെ ചാടി തുടങ്ങി. ഇപ്പം കാലൊക്കെ എടുത്ത് പോട്ടെ. ഇങ്ങനെയുള്ള കൊച്ചു പരിപാടികൾ തീർക്കാനുണ്ട്, മറ്റേ നടക്കുള്ളും പോക്ക്. ബക്കറ്റ് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോണ്ട് അവൻ ഓടി വന്നു. ഇല്ല, അവന് ഭയങ്കര ആവശ്യതയോടെ കയറി വരാൻ. ഇതന്നൊക്കെ ചാണകപ്പൊടി കേട്ടോ. ഇത് ചാക്കാക്കണം. അതിനുള്ള സമയം കിട്ടുന്നില്ല. എല്ലാം പ്രശ്നങ്ങളാണ്. ഒരു സ്ഥലത്തെയും പണി ഇങ്ങനെ എടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലം. ഇനി തൊഴുത്തി പോയി നോക്കണം. തൊഴുത്തി പോയിട്ട് അവിടെ പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ പണി തീർത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം മുകളിലേക്ക് പോയാൽ. ഉണ്ടോ നമ്മുടെ പെണ്ണ് ചെനയുണ്ടെന്നുണ്ടോ തോന്നേ, നോക്കാനൊക്കെ ആയതാ. എന്നാടി ഉണ്ടോ എത്തി പുല്ലിന് വേണ്ടി 5-6 പുല്ല് ആകെ എടുക്കണ്ട. അതിന് വേണ്ടി എത്തി വലിയോ. ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ എത്തി വലിയ പുല്ല് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ട് വെള്ളം കൊടുത്തു. അപ്പോൾ ഈ പണി ഇങ്ങനെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം 10:30 അവിടെ കറക്റ്റ് എത്തണം. ഇതൊന്ന് അടിച്ചു കൂട്ടി കെട്ടിക്കൊടുക്കുക അല്ലേ. അങ്ങനെ കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ല. ഉണങ്ങി തുടങ്ങി പോയില്ലല്ലേ. അവർ അടിച്ചു വാരിയിട്ട് അവിടെ തന്നെ വെള്ളത്തിന് വെപ്രാളം കാണിക്കുന്നുണ്ടോ. ഉണ്ടോ അതിൻ്റെ വെള്ളം എത്തുന്നുള്ളൂ. വെപ്രാളം കാണിച്ചു വയ്ക്കുക, എന്നാലേ ഇനി ബാക്കിയുള്ള പുല്ല് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇതൊക്കെ വീരാൻ നോക്കിയിരുന്നില്ല. വെള്ളം ഇട്ട് കൊടുത്തു. നിങ്ങൾക്കല്ലേ വെള്ളം വേണ്ടേ? ഇവർക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാട്ടോ. അത് ഞങ്ങൾ കാലത്തിൻ്റെ വെള്ളം കലക്കി വെച്ച് കൊടുക്കും. ഒലിച്ചു വരുന്നുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. അലമ്പ കൊണ്ടാന്നാണ്. ഉണ്ടോ ഉണ്ടോ വെള്ളം അവിടെ എത്തി. കണ്ടോ വെള്ളം അവിടെ എത്തി. ഇവർക്ക് ഇങ്ങനെ വെള്ളം ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ ഭയങ്കര താല്പര്യം കേട്ടോ. അരുവി കൂടെ ഒക്കെ വെള്ളം വരുന്ന പോലെ ഇങ്ങനെ വന്ന് കുടിക്കാനൊരു ടെൻഡൻസി കൂടും ഇങ്ങനെ ഒഴുകുന്നതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇവർക്കും വെള്ളം കുടിക്കാൻ മടിയാ കേട്ടോ. നമ്മളിങ്ങനെ വെള്ളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെ കുടിക്കുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവൾ കുടിക്കുന്നില്ല, ഇവള് കുടിക്കുന്നില്ല. അതനുസരിച്ച് പറഞ്ഞ് മരുന്ന് വാങ്ങുകയൊക്കെ ചെയ്യണം. അല്ല, ഇത് ഇഷ്ടപ്പെടുന്നില്ല അവൾ കുടിക്കുന്നത്. കണ്ടോ കുത്തുന്നുണ്ടോ, കുത്തുന്നുണ്ടോ, കുത്തി ഓടിക്കുമോ. ജസ്റ്റിനുള്ള പരിപാടിയൊക്കെ അലക്കൊക്കെ കഴിഞ്ഞോ? കേട്ടോ മലവറി കായ ആയിക്കൊണ്ടിരിക്കുക ഇഷ്ടം മാതിരി. ഇതൊന്നും അടുത്താന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഇത് പഴുത്തില്ല കേട്ടോ. ഇതുണ്ടോ വഴിയെ പോകുന്നവരൊക്കെ ഓടി വന്ന് പറിച്ചു കഴിഞ്ഞു കേട്ടോ. അതൊക്കെ രസമാണ് കാണാൻ. വണ്ടിയൊക്കെ നിർത്തി ഓടി വരും രണ്ടെണ്ണം പറിച്ചോട്ടാന്ന് ചോദിച്ചു. ഈ കൊല്ലമൊക്കെ ദൂരം ഉണ്ടാകുന്ന നിൽക്കുന്നേക്ക്. മുല്ലയുടെ പൂവുണ്ടോ, മുല്ലയുടെ ഈ തൊഴുത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ മുല്ല നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. തൊഴുത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ സ്മെല്ലെന്നറിയോ ഈ മുല്ലപ്പൂവിന്. ഒന്ന് എന്തെങ്കിലും പറ ജസ്റ്റ്, ആണോ അല്ലയോ? ഉണ്ടോ ഇപ്പം ജസ്നയുടെ പരിപാടിയാട്ടോ. ഈ തൊഴുത്തിൻ്റെ ചുറ്റും മുല്ലച്ചെടി നട്ട് വളർത്തിയത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറയുണ്ട്. ആ പാറയിൽ സൈഡ് ഇങ്ങനെ കെട്ടിയെടുത്തു. ആ ചെളിയുള്ള മണ്ണായിരിക്കണം, അതിൻ്റെ സിമെൻറ്റ് പിടിക്കാതെ
അതിൻ്റെ അകത്തോട്ട് തള്ളി അങ്ങോട്ട് മാറി. ഞങ്ങൾ കല്ലിന്റെ പൊത്തൊക്കെ മാക്സിമം അടച്ച് ഉണ്ടോ ഞങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ അടച്ച് മൊത്തത്തിൽ ഒറ്റ പാറയാക്കാനുള്ള പരിപാടിയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം കേട്ടോ അത് എങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇനി ഇച്ചിരി ഷേപ്പ് വരുത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും. ഇച്ചിരി ആയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടമല്ല, ഇന്നത്തെ അവസാന ഘട്ടം. ഒരു പാറ മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാറയും കൂടെ കൂട്ടത്തിൽ വെച്ച് കൊടുത്ത് കോൺക്രീറ്റ് ഒക്കെ ഇവിടെ മോൾ ഭാഗമൊക്കെ കോൺക്രീറ്റ് ഇട്ടോ വെച്ച് കുറച്ച് പിടുത്തത്തിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്താ. ബാക്കി സൈഡ് പിന്നെ ഇതിൻ്റെ ഇടഭാഗമൊക്കെ ചാന്തിട്ടിട്ട് തന്നെ സെറ്റാക്കിയതാട്ടോ. അപ്പം ഇനി കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ട് ചെയ്യാനായിട്ട്. ഇതിവിടെയൊക്കെ അടയ്ക്കാനുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇച്ചിരി സെറ്റപ്പ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇത് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് രണ്ടുപേരും പണിയില്ല. അപ്പോൾ എടുക്കൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വീഡിയോ എടുക്കാത്ത കേട്ടോ. സിമെന്റ് ഇട്ടോണ്ടോ കേട്ടോ മൂടി കെട്ടിയേ. ഇത് ശരിക്കും ജസ്ന ചെയ്യേണ്ടത് കേട്ടോ. ജസ്ന നിങ്ങൾ കമന്റ് ചെയ്യണ്ടോ ജസ്ന ചെയ്യാൻ പറഞ്ഞു? അതെ അതെ. നമ്മൾ ഏത് പണിയെടുക്കും കേട്ടോ. എനിക്ക് കറക്കാനൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. കുഴയ്ക്ക് പോയി ചെയ്യാൻ. പരിപാടി ഉള്ളി വീഡിയോ ഇപ്പം ഏകദേശം നമ്മളെ അടിച്ച് തീരാനായി. ഈ ഒരു പീസും പിന്നെ ഇങ്ങോട്ടും ഉള്ളൂ. ഒരു കുറഞ്ഞ സൈഡും കൂടെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഏകദേശം ഞങ്ങൾ ഒറ്റ കല്ലാക്കി എടുത്തു. പാറേനെ ഞങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളിയല്ലേ അപ്പോൾ കാണാൻ പാറ? കാണാൻ ഒത്തിരിയുണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവിടെ ഒന്നുമില്ല. ഇനി ബാക്കി പണികൾ പിന്നെ. ജസ്നയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒറ്റ പാറയാക്കണം. അവിടുന്ന് ആ പാറ അങ്ങനെ നിൽക്കി ഈ ഒരു പാറ ഇങ്ങനെ നിൽക്കി. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടില്ലായിരുന്നു. ഇവിടെ ഈ ഭാഗം ഇങ്ങനെ താന്ന് കിടക്കും. ഇത് ഞങ്ങളെല്ലാം അവിടെ ഒറ്റ പാറയൊക്കെ എടുത്തു. വലിയൊരു പാറയ്ക്കരുത് അല്ലേ? വലിയൊരു പാറയൊക്കെ കയറാനൊക്കെ സുഖാട്ടോ. ഇതിന്റെ മുകളിൽ ഞങ്ങൾ കയറാൻ വേണ്ടിട്ട് ചെറിയ കല്ലൊക്കെ പറയാൻ മറന്നുപോയി. ജസ്നയ്ക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് വേണം, ഇത് വേണം, ഇത് വേണം എന്ന് ആരും അറിയാനും പാടില്ല. കാരണം അതിന്റെ മുകളിലേക്ക് ഒന്ന് കയറണമെങ്കിൽ വഴി വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. നമ്മളനുസരിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചുമ്മാ പാറപ്പുറത്ത് കയറിയിരിക്കാൻ രസമല്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ. പാറപ്പുറത്ത് കയറാം. ആ അപ്പം ഞങ്ങൾ ഇന്നുകൊണ്ട് ഈ പാറയുടെ പരിപാടി തീർക്കും കേട്ടോ. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് മാറും. ഏകദേശം സൈറ്റ് വർക്ക് തീരാനായി. ബെൽറ്റ് കഴിഞ്ഞു, കെട്ടി ബെൽറ്റ് ഇട്ടു, പാറേനെയും കെട്ടി. അവിടെ ബെൽറ്റിന്റെ മുകളിൽ ഒരു 3 അടി മേക്കപ്പ് പണികളൊക്കെ കഴിഞ്ഞു. 3 അടി കെട്ടുകൂടി വന്നു കഴിഞ്ഞാൽ 3 ലൈന് 3 അടി കെട്ടുകൂടി മാക്സിമം വരും. 2.5-3 ഹൈറ്റ് അല്ലേ? ഹൈറ്റ് കൂടി വന്നാൽ ഫുള്ള് കഴിഞ്ഞു. എല്ലായിടത്തും ഒന്നും ചെയ്യില്ല കേട്ടോ. ഫുള്ള് കഴിഞ്ഞു. കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാനാവും. അപ്പോൾ പാറേനെ നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഒരു കുറച്ച് ഭാഗം ഒരു കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ബാക്കി നമ്മുടെ പണി ഫുള്ള് പൂർത്തിയായിട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ പാറപ്പണി ഇതോടെ കഴിഞ്ഞു.